ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ചങ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Mcom Bcom സ്റ്റുഡൻസിന് ഫൈനൽ ഇയറിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് സബ്മിഷൻ ഉണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് സബ്മിഷൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ എന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റേഴ്സിലൊക്കെ നമുക്ക് തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്ററിൽ Mcomലൊക്കെ നമുക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടാവും, പ്രൊജക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചിലർക്ക് ഐഡിയ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ചിലർക്കൊരു ഐഡിയ ഉണ്ടാവില്ല, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. കാരണം കോളേജിൽ പോകുന്നില്ലല്ലോ, നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ച് സ്വയം ഇരുന്ന് എക്സാം എഴുതി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഞാനും ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തത് കൊണ്ട് എനിക്കറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങളായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം Mcomനായാലും Bcomനായാലും ഏകദേശം സെയിം പ്രൊസീജിയറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഞാൻ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഗൈഡ് ലൈൻസ് ഉണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ജസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അതിനകത്ത് പ്രൊജക്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഈ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റുഡൻറ്റ് സോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്താണ് ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ. ഈ സ്റ്റുഡൻറ്റ് സോണിൽ ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ പേജ് ഓപ്പൺ ആവുന്നത്. അതിൽ Mcom പ്രൊജക്റ്റ് ഗൈഡ് ലൈൻസ് എന്നുള്ള ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ പേജിൽ നമുക്ക് Mcom സ്റ്റുഡൻസിന് എന്താ പറയുക തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് അവർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്ററിലെ സ്റ്റുഡൻസിനാണ് ചെയ്യേണ്ടത്, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ഫാക്കൽറ്റി മെമ്പർ. അപ്പോൾ അത് നമുക്കൊരു ഗൈഡ് വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒറ്റയ്ക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാതേക്കാം എന്ന് വിചാരിക്കരുത്, നമുക്ക് ഒരു ഗൈഡ് വേണം. ഓക്കെ, അത് യൂഷ്വലി തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിലാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തേർഡ് സെമസ്റ്ററിലോ ഫോർത്ത് സെമസ്റ്ററിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ഇയറിൽ ഒരു പ്രൊജക്റ്റ് സബ്മിഷൻ ഉണ്ട്. അപ്പോൾ ആ കാര്യം മറക്കരുത്, നിങ്ങളിപ്പോഴേ അതിന് പ്ലാൻ ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ എന്തായാലും നമ്മൾ ക്ലാസ് ഒന്നും എന്താ പറയുക കോളേജസ് ഒന്നും ഓപ്പൺ അല്ല, അതുകൊണ്ട് തന്നെ വെറുതെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് എന്ന് കരുതി നിങ്ങൾ ആ ടൈം വേസ്റ്റ് ചെയ്യരുത്. പരമാവധി ഇപ്പോൾ തന്നെ പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരുപാട് കറക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കും. അവസാനത്തെ സമയത്ത് വയ്ക്കാൻ നിൽക്കരുത്, ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഷാൽ ബി ഡൺ ഇൻഡിവിജ്വലി. നമുക്ക് മുമ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് വൈസ് ഒക്കെ ആയിരുന്നു പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഇപ്പം ഇൻഡിവിജ്വലാണ്. ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയിൽ പോയിട്ട് അവിടുത്തെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ ഒരു എക്കണോമിക് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറൽ ടോപ്പിക്കിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഡിസൈഡ് ചെയ്യണത് സ്റ്റുഡൻറ്റും ആളുടെ സൂപ്പർവൈസിങ് ടീച്ചറുമാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ടോപ്പിക് നല്ലതാണെന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക സൂപ്പർവൈസിങ് ടീച്ചർ നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാം. ഓക്കെ, ദ കാൻഡിഡേറ്റ് ഷാൽ പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 2 copies ഓഫ് ദ റിപ്പോർട്ട്, 1 copy ടു ദ സബ്മിഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, 1 copy ഫോർ ദ സ്റ്റുഡൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോപ്പി വേണ്ടി വരും. മെയിനായിട്ട് എൻ്റെ ഒരു ഇതിൽ 4 കോപ്പീസാണ് യൂഷ്വലി വേണ്ടി വരാം. പക്ഷേ 4 അത്ര വേണമെന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ മോസ്റ്റ്ലി വെക്കാൻ പറയാറില്ല. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചെയ്യുന്ന കുട്ടികൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കാൻ പറയാറില്ല, കാരണം നമ്മൾ കോളേജ് പോകുന്നില്ല. അപ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ വൈവയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കാനാണ്. പിന്നെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ പറയുക യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ, നമ്മൾ ഒരു കമ്പനിയിലോ എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം വേണ്ടി വരിക. അങ്ങനെ 3 മെയിനായിട്ടും വേണ്ടി വരിക. ഇനി നിങ്ങൾ എന്താ പറയുക ഒരെണ്ണം കൂടി വേണോ എന്നുള്ളത് നിങ്ങൾ ഗൈഡിനോട് ചോദിക്കുക. ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഗൈഡിനോ വേണോ എന്നുള്ളത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ 4 നിങ്ങൾ ചെയ്യണമെന്നില്ല, 3 ചെയ്താൽ മതി, അതന്നെ ധാരാളമാണ്. നിങ്ങളിപ്പം എന്താ പറയുക കമ്പനി ഓറിയൻറ്റഡ് ബേസ്ഡ് ടോപ്പിക് അല്ല എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തന്നെ മതിയാവും. ഓക്കെ, കമ്പനി എടുക്കുകയാണെങ്കിൽ മാത്രമാണ് 3, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കണമെന്നുള്ളത് നിങ്ങളുടെ എന്താ പറയുക ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഓക്കെ,
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിപ്പോർട്ട് ഷാൽ ബി പ്രിന്റഡ് ഓർ നീറ്റ്ലി ടൈപ്ഡ് ആൻഡ് ബൗണ്ട്, പ്രിഫർലി സ്പൈറൽ ബൗണ്ട് എന്തായാലും ചെയ്തിട്ടുണ്ടാവണം, വിത്ത് നോട്ട് ലെസ് ദാൻ 50 A4 സൈസ്. അപ്പം A4 സൈസ് പേപ്പറാണ്, എത്ര സ്പേസ് വിടണം, പേജസ് എന്തോരം വേണം എന്നുള്ള 50 പേജസ് എന്തായാലും വേണം. ടൈംസ് ന്യൂ റോമൻ ഫോണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 13 PT ആണ്. ഓക്കെ, ഇതനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ. സ്പൈറൽ ബൗണ്ട്, അപ്പം നമ്മൾ ചിലർ സ്പൈറലായിട്ടുള്ള ബൈൻഡിങ് അല്ലാതെ വേറൊരു ടൈപ്പ് ഓഫ് ബൈൻഡിങ് കണ്ടിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. സ്പൈറൽ ബൈൻഡ് ചെയ്താലും മതി ആദ്യം, പക്ഷേ റഫ് കോപ്പി ഒക്കെ എഴുതിയിട്ടില്ല. അപ്പം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ടൈറ്റിൽ പേജ് ഉണ്ടാവണം, സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഓർഗനൈസേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ദ സൂപ്പർവൈസിങ് ടീച്ചർ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ആ പ്രൊജക്ട് റിപ്പോർട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ദി സ്റ്റുഡൻസ്, എക്നോളജ്മെൻറ്റ്, കണ്ടന്റ്, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി. അപ്പോൾ അങ്ങനെ താഴെയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഇതിവിടെ കറക്റ്റ് പറയുന്നുണ്ട് അവർ, കണ്ടോ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഓർഗനൈസേഷൻ പ്രൊഫൈൽ വെക്കണം. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം Mcom ചെയ്യുന്ന ഡിഗ്രി ചെയ്തിട്ടുള്ളവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഈ ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ BCom സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പേപ്പർ വെക്കുക. കുറച്ച് നിങ്ങളുടെ ഗൈഡും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോക്കിയിട്ട് എന്തൊക്കെ കാര്യം ഏകദേശം ഒരു ധാരണയായി. ഇനി എന്ന് പറയുന്നത് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, സെലക്ട് 4 പ്രൊജക്ട് ടോപ്പിക്. ഇവിടെ 4 പ്രൊജക്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെലക്ട് 4 പ്രൊജക്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൈഡിൻ്റെ അടുത്തേക്ക് ചെല്ലിനേക്കാളും മുമ്പ് നമ്മൾ 4 ടോപ്പിക്സ് എങ്കിലും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് 4 ടോപ്പിക്കെങ്കിലും നമ്മൾ കണ്ടുവെക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൈഡിനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, പ്രൊജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് 4 ടോപ്പിക്കെങ്കിലും കണ്ടുപിടിച്ചിട്ട് ചെല്ലണമെന്ന് പറയുന്നത്. അപ്പം ആ ഓരോ ടോപ്പിക്കിനും നിങ്ങൾ 4 ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ചെയ്യണം. അല്ലാതെ 4 പ്രൊജക്റ്റിന് 4 ഒബ്ജക്റ്റീവ് മാത്രം വെച്ച് പോകരുത്. ഇപ്പം 4 പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് 4 ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് ഓരോ പ്രൊജക്റ്റിന് ചെയ്യണം. അപ്പോൾ ഒരു 16 ഒബ്ജക്റ്റീവ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ ടോപ്പിക്കിനനുസരിച്ച് വേണം കേട്ടോ 4 ഒബ്ജക്റ്റീവ്സ് കണ്ടെത്താൻ. അല്ലാതെ ടോട്ടൽ കുറേ ഒബ്ജക്റ്റീവ് കൊണ്ടുപിടിച്ച് പോകരുത്, തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ കണ്ടുപിടിക്കരുത്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ GST ആണ് നിങ്ങൾ എടുക്കുന്ന ടോപ്പിക് എന്നെങ്കിൽ ആ ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള 4 ഒബ്ജക്റ്റീവ് നിങ്ങൾ എന്താണ് പ്രൊജക്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു 4 ഒബ്ജക്റ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫോർ ഈച്ച് പ്രൊജക്റ്റ് എന്നോട് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൈഡിൻ്റെ അടുത്ത് പോകുമ്പം അവരെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ എന്തെങ്കിലും റിജക്റ്റ് ചെയ്താലും നിങ്ങളിൽ വേറെ ടോപ്പിക് ഉണ്ട്, ഒരു ടോപ്പിക് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ച് ചെല്ലുകയാണെങ്കിൽ അവർ ചിലപ്പോൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുമ്പോൾ ഓൾറെഡി ഫാക്കൽറ്റീസിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, കാരണം കോളേജസ് ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറേ ലേറ്റായിട്ടാണ് കോളേജ് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതെങ്കിൽ, കുറേ തിരക്കുള്ള സമയത്താണ് ചെല്ലുന്നതെങ്കിൽ അത് റിജക്റ്റ് കൂടി ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് 4 ടോപ്പിക്കെങ്കിലും നിങ്ങൾ കരുതി വയ്ക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ ഗൈഡ്. അത് നിർബന്ധമാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ഗൈഡ് എന്തായാലും നമുക്ക് വേണം. അതെന്ന് പറയുന്നത് പരമാവധി നിങ്ങളുടെ അടുത്തുള്ള കോളേജിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു ഗൈഡിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരുടെ പെർമിഷൻ ചോദിക്കുക ഗൈഡ് ആവുമോ. നിങ്ങൾ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോരരുത്. സാർ എൻ്റെ ഗൈഡ് ആവുമോ എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിക്കണം, അവർ പെർമിഷൻ തരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ഇതിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഗൈഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈഡിൻ്റെ അടുത്ത് പോയി പെർമിഷൻ ചോദിക്കണം. ഞാൻ അടുത്തുള്ള കോളേജ് എന്ന് പറയാൻ കാരണം ദൂരമുള്ളവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളോട് വന്ന് കാണാൻ പറയണ കറക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും ആവശ്യത്തിന് സിഗ്നേച്ചറൊക്കെ വേണം അവരുടെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദൂരെയുള്ള സാറുമാരുടെ പോയി ഗൈഡായി ചോദിക്കരുത്. കാരണം നിങ്ങൾക്ക് പോകാൻ എളുപ്പമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴത്തെ കൊറോണ വൈറസിൻ്റെ സമയത്തൊന്നും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബുദ്ധിമുട്ടുമായിരിക്കും നിങ്ങൾക്ക്. അതേപോലെ എപ്പോഴും കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും നല്ല അടുത്തുള്ളൊരു കോളേജിലുള്ള ഫാക്കൽറ്റീനെ ഗൈഡായിട്ട് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് വെബ്സൈറ്റിൽ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറുക.
എല്ലാ കോളേജിനും ഇപ്പം ഒരുവിധം വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്കൽറ്റീസിൻ്റെ എന്തെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ പേരും എന്താ പറയുക ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ എന്തെങ്കിലും ഉണ്ടാവും. അതിനകത്ത് കോൺടാക്ട് ചെയ്യാനിപ്പോൾ നോക്കുക, പരമാവധി ഇപ്പോൾ നോക്കുക. അല്ലാതെ അവിടെ ചെന്ന് കോളേജിൽ ചെന്നാലും അവരാണിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. ജസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ്, അടുത്തുള്ള കോളേജ് ഏതാണോ ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറുക. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഫാക്കൽറ്റീസിൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എന്തെങ്കിലും അവർ കൊടുത്തിട്ടുണ്ടാവും. അത് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലേക്ക് വിളിച്ച് ചോദിച്ചാലും ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്ക് അറിയില്ല. പരമാവധി ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രിക്ക് എന്താ പറയുക Mcom ചെയ്യുന്നവരാണെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾ പഠിപ്പിച്ച സാറുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പരിചയത്തിൽ നമ്പറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോട് ചോദിച്ചിട്ട് എങ്ങനെയും കളക്ട് ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നമ്മൾ അയച്ചു കൊടുക്കണം, ഒബ്ജക്റ്റീവ്സ് അയച്ചു കൊടുക്കണം, അവർ സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗൈഡിനെ കണ്ടുപിടിക്കുന്ന പരിപാടി നമ്മൾ ലാസ്റ്റിലേക്ക് വയ്ക്കരുത്. എല്ലാ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൈഡിനോട് കാണിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഗൈഡ് കണ്ടുപിടിച്ചിട്ട് അപ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കമ്പനി ഇൻഡസ്ട്രി ബേസ്ഡ് ഉണ്ട്, ജനറൽ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനി ഇൻഡസ്ട്രി ബേസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു എന്താ പറയുക ഒരു കമ്പനിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ഡാറ്റാസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ വേണം, ആ കമ്പനിയുടെ പെർമിഷൻ വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് വേണം. അവിടെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു എന്ന് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് കമ്പനിയുടെ എന്താ പറയുക ആരെങ്കിലും ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരാൾ, മാനേജറോ അങ്ങനെ ആരുടെയെങ്കിലും പെർമിഷൻ നിങ്ങൾ കിട്ടണം. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്നാൽ മാത്രം നിങ്ങൾക്ക് അവരുടെ ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് തരുള്ളൂ അവർ. കാരണം നമ്മൾ ജസ്റ്റ് എന്താ പറയുക കമ്പനിയിൽ പോയി ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ കളക്ട് ചെയ്ത് പോകുന്നതിന് കാര്യമില്ല. അവിടുത്തെ ആരുടെയെങ്കിലും അതോറിറ്റിയുടെ നിന്ന് പെർമിഷൻ വാങ്ങണം. കാരണം എന്നാൽ മാത്രമേ അവർ അവരുടെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുള്ളൂ, സർട്ടിഫിക്കറ്റും തരുള്ളൂ. ഇപ്പോൾ ജനറൽ ടോപ്പിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതൊരു പ്ലസ് പോയിൻ്റ് ആണ് ജനറൽ ടോപ്പിക്സിൻ്റെ. പക്ഷേ ജനറൽ ടോപ്പിക്സ് നിങ്ങൾ എടുക്കുമ്പം ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനറൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇത് ഞാൻ എഴുതിയെന്നുള്ളൂ എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ വൈറസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കമ്പനി ബേസ്ഡ് പ്രൊജക്റ്റ് ഒന്നും നല്ലതല്ലായിരിക്കും. കാരണം ഓൾറെഡി ഇനിയിപ്പം എന്താ പറയുക പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ജോലി ചെയ്യണമെന്നെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവരിപ്പോൾ അലോ ചെയ്യാനും ചാൻസ് ഇല്ല. നിങ്ങൾ ജനറൽ ടോപ്പിക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ റണ്ണറൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക അധികം ആരുടെയും എന്താ പറയുക ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്യാൻ നോക്കുക. എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൈമിൽ എന്താ പറയുക കമ്പനീസിലൊന്നും ആലോചിക്കാൻ ചാൻസ് കുറവാണ്, പോകുന്നതും റിസ്ക് ആണ്. ഓക്കെ, അപ്പം എന്താ പറയുക ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പം ഞാനെടുത്ത ടോപ്പിക് എൻ്റെ Mcomൻ്റെ പ്രൊജക്റ്റ് ഞാനും ചെയ്ത് ഡിസ്റ്റൻസ് ആയിട്ടാണ്. അപ്പം Mcomൻ്റെ ടോപ്പിക്ക് ഞാൻ എടുത്തത് GST ആണ്. GST എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജനറൽ ടോപ്പിക്കാണ്. ജനറൽ ടോപ്പിക്ക്. അപ്പം ജനറൽ ടോപ്പിക്ക് എടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനർ സെറ്റ് ചെയ്തിട്ട് അതിനെ എന്താ പറയുക അത് ആളുകളെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നമുക്ക് കൺവീനിയൻസ് മാത്രമല്ല ഒരു പ്രത്യേക ഏരിയയെ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനെടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റഡി ഓൺ കസ്റ്റമർ പെർസെപ്ഷൻ ടുവേർഡ്സ് GST. GSTയെ പ്രതി ആളുകളുടെ പെർസെപ്ഷൻ എന്താണ്, ചിന്താഗതി എന്താണെന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്. അത് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കേരള. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അതിൻ്റെ ഞാൻ ആ ഒരു എന്താ പറയുക പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത എൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പെർസെപ്ഷൻ ആൻഡ് ദ വ്യൂസ് ഓൺ ന്യൂലി ഇംപ്ലിമെൻറ്റഡ് ടാക്സേഷൻ സിസ്റ്റം. അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ് ആളുകളുടെ പെർസെപ്ഷനും അവരുടെ വ്യൂ എന്താണ് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള GSTനെ കുറിച്ച്. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്രത്തോളം അവയർനെസ് എന്താ പറയുക ഈ GSTനെ കുറിച്ച് ആളുകൾക്ക് ഇപ്പോൾ ഉണ്ട്, ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ്, ഓരോ ഗുഡ്സിനും സർവീസിനും എത്ര റേറ്റ് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്, ഇതിനെ കുറിച്ചിട്ടുള്ള അറിവ് ആളുകൾക്കുണ്ടോ, അതെങ്ങനെയാണ് കിട്ടിയത്. ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ പറയുക ഈ GST വന്നതുകൊണ്ട് ആളുകൾക്ക് കുറേ പ്രോബ്ലംസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അവർ നേരിട്ടത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളായിരുന്നു ഞാനെടുത്ത ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ജനറൽ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്, എനിക്ക് ഇൻകം ടാക്സ് ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്.
അത് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ജനറൽ ടോപ്പിക് എടുത്തത്. നിങ്ങൾക്ക് ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്സ് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കൊടുത്താൽ തന്നെ കുറേ പ്രൊജക്ട്സും കാണാൻ സാധിക്കും. ഐ മീൻസ് ടോപ്പിക്സ് ഒക്കെ കാണാൻ സാധിക്കും. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയാൽ തന്നെ ഒരു ഫുൾ പ്രൊജക്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ക്രോമിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് അനുസരിച്ച് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൈഡിൽ നിന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് റഫ് കോപ്പി ഉണ്ടാക്കുക. റഫ് കോപ്പി ഉണ്ടാക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗൈഡ് അപ്രൂവ് ചെയ്ത ഏത് ടോപ്പിക്കാണോ അതിനെക്കുറിച്ചൊരു ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സും ടോപ്പിക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ റഫ് കോപ്പിയായിട്ട് എഴുതി കൊടുത്തതിന് ശേഷം അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ നിങ്ങൾ തന്നെ നോക്കിയിട്ട് അപ്രൂവ് ചെയ്യണം. നിങ്ങൾ തന്നെ ജസ്റ്റ് കറക്റ്റ് ചെയ്യാൻ പരമാവധി കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഗൈഡിൻ്റെ എന്താ പറയുക ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, മെയിൽ എഴുതിയിരിക്കുന്നത്. ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ സജഷൻസ് അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ കോപ്പി പേസ്റ്റ് അടിച്ച് വെക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വൈവ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ എൻ്റെ ഫേസ് ടു ഫേസ് ക്വസ്റ്റ്യനർ സെഷൻ ഉണ്ടായിരിക്കും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് വൈവ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. എന്ന് കരുതി കുറേ പേര് കോപ്പി അടിച്ച് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ കോപ്പി അടിച്ച് വയ്ക്കുമ്പോൾ പെടുന്നവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവയുടെ സമയത്ത് അവർ ചോദിക്കും, നിങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കിട്ടില്ല. അപ്പോൾ അവരുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ല, പക്ഷേ എന്നാലും നിങ്ങൾ ആത്മാർത്ഥത ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചും മറിച്ചും ചോദ്യം ചോദിക്കും. അപ്പം ആ പ്രൊജക്റ്റ് നന്നായി നമ്മൾ സ്വയം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. കോപ്പി അടിച്ച് വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അവർ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമ്പം ഉത്തരം പറയാൻ സാധിക്കില്ല. അപ്പോൾ വൈവയ്ക്ക് വേറെ മാർക്കുണ്ട്, ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ സബ്മിഷന് വേറെ മാർക്കുണ്ട്. അപ്പോൾ ഈ എന്നാണ് പ്രൊജക്റ്റ് വെക്കേണ്ടത് ഈ ഡേറ്റൊക്കെ നമുക്ക് ലാസ്റ്റിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി വെബ്സൈറ്റിൽ തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ലാസ്റ്റ് വെബ്സൈറ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ എന്താ പറയുക അവൈലബിൾ ആയിരിക്കും എന്നാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ ടൈം ആവുമ്പം നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക യൂണിവേഴ്സിറ്റി വെബ്സൈറ്റൊക്കെ എപ്പോഴെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇൻഫർമേഷൻ ഉണ്ടാവും. ലാസ്റ്റ് മൊമെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. പരമാവധി ഇപ്പോൾ തന്നെ എല്ലാ പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്ത് നോക്കുക. എൻ്റെ ഗൈഡ് തൃശ്ശൂർ ഞാൻ ചെയ്തത് എൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്നത് സെൻറ്റ് തോമസ് കോളേജ് ആയിരുന്നു. അപ്പോൾ അവിടെ വിജു സാറായിരുന്നു എൻ്റെ ഗൈഡ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കോളേജ് ഏതാണോ അവരുടെ പോയി എന്താ പറയുക പെർമിഷൻ വാങ്ങാവുന്നതാണ് ഗൈഡ്സിൻ്റെ. ഇപ്പോൾ കോളേജിൽ പോകാൻ പറ്റില്ല, പക്ഷേ ഇമെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് എന്നിട്ട് ചെയ്ത റഫ് കോപ്പിയൊക്കെ മെയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ കറക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ നമുക്ക് പറയാം, അത് ചെയ്ത് കൊടുക്കുക. അതനുസരിച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്ര ഏകദേശം ഞാൻ ഒരുവിധം എന്താ പറയുക കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. പറയാൻ ഉദ്ദേശിച്ച എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒരുവിധം ഷെയർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്നോട് ചോദിക്കാം. ഒരു എന്താ പറയുക മടിയും വിചാരിക്കേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഇതെന്തായാലും എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യങ്ങളാണ്. കാരണം എനിക്കൊന്നും ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ഓടിയിട്ടുണ്ടായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ കേസ് എന്താണ് ചെയ്യേണ്ടത്. കാരണം ആ നേരത്ത് ആരും ഇല്ലല്ലോ പറഞ്ഞത്. നമുക്ക് കോളേജിൽ പോകുന്ന ടീച്ചേഴ്സൊക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒപ്പം പറഞ്ഞു തരാനായിട്ട്. പക്ഷേ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു കാരണവശാലും ആരും ഇല്ല പറഞ്ഞു തരാനായിട്ട്. ടീച്ചേഴ്സിൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള സെൻറ്റർ ഉണ്ടാവുമല്ലോ, അവിടെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിക്കുക. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കും വേണം. ഇനിയിപ്പോൾ ആരെങ്കിലും വർക്കിന് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയും ചെയ്യണം. ഇത് രണ്ടിൻ്റെ ഇടയിൽ ചെയ്യുമ്പം നമുക്ക് ഇനി പ്രൊജക്റ്റ് ടൈമിന് വെച്ചില്ലെങ്കിൽ എന്താ പറയുക വൈവ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കത് ഫെയിൽഡാണ്. ആ പേപ്പർ ഫെയിൽഡ് പോലെയാണ് കാണിക്കുക. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത പോലെ ആയിരിക്കും കാണിക്കുക. അപ്പം നിങ്ങൾ പറഞ്ഞ ടൈമിൽ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.